പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയ തൃശൂർ പൂങ്കുന്നത്ത് നടത്തിയ പരിശോധനയിൽ പാമ്പിൻ മുട്ടകൾ കണ്ടെത്തി. 22 മുട്ടകളാണ് കണ്ടെത്തിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേർന്ന്. ശ്രീത്ത്, ആ മേഖല മുഴുവൻ ഈ പാമ്പ് മുട്ടയിട്ട് വെച്ചിരിക്കുകയായിരുന്നോ? കുഞ്ഞുങ്ങളും മുട്ടയും ഇനിയും അന്വേഷണം തുടരുകയുമാണ് അവിടെ. ശ്രീജിത്ത്, അന്വേഷണം ഇനിയും തുടരുന്നുണ്ട് ഹാഷ്മി. കാരണം ഈ വീട്ടിൽ നിന്ന് 20ഓളം പാമ്പുകളെയാണ് ഈ ഒരു ഘട്ടത്തിൽ കണ്ടെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ പാമ്പുകളെ കണ്ടെടുത്തു എന്ന് പറയുന്നു. ഇതിനോടൊപ്പം തന്നെ 2 പാമ്പിൻ കുഞ്ഞുങ്ങൾ ഈ തൊട്ടപ്പുറത്ത് തോട്ടിലേക്ക് വീണ് പോയിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കണക്ക് ഇപ്പോൾ ആ ഒരു ടാലി കൃത്യമാണ്. 22 വിരിഞ്ഞ പാമ്പിൻ മുട്ടകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ കണ്ടെത്തിയാൽ നമുക്ക് കൂടുതൽ പരിശോധനകൾ വീണ്ടും നടത്തേണ്ടി വരുമെന്നാണ് അധികാരികൾക്ക്, വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ. വിരിഞ്ഞ മുട്ട ബാക്കിയാണോ അതോ വിരിയാനുള്ള മുട്ടയാണോ? വിരിഞ്ഞ മുട്ടയുടെ ബാക്കിയാണ് ഹാഷ്മി. അതുകൊണ്ട് തന്നെ ഇനി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 22 മുട്ടകൾ, വിരിഞ്ഞ മുട്ടകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ ഉണ്ടെങ്കിൽ ഇനി കൂടുതൽ കൺഫ്യൂഷൻ ആവും, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടി വരും. എന്തായാലും ആ 22 മുട്ടകൾ കണ്ടെത്തി. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 പാമ്പുകൾ നേരത്തെ തന്നെ തോട്ടിലേക്ക് പോയിരുന്നു, പാമ്പിൻ കുഞ്ഞുങ്ങൾ തോട്ടിലേക്ക് പോയിരുന്നു. ഇനി 20 പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ടാലി കൃത്യമാണ്. ഇനി കൂടുതൽ പരിശോധനകൾ, ആ തറയടക്കം പൊളിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. കൂടുതൽ മുട്ടകളുണ്ടോ പാമ്പുകളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ താൽക്കാലികമായ ഒരു ആശ്വാസമാണ്. പക്ഷേ ആ പ്രദേശം താമസിക്കാൻ അത്ര എളുപ്പമുള്ള ഒരു പ്രദേശമല്ല. ഇനിയും പാമ്പുകൾ ഉണ്ടാകുന്ന ആശങ്കയിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. എന്തുകൊണ്ടാണ് ആ മേഖല കേന്ദ്രീകരിച്ച് ഇത്രയധികം പാമ്പുകൾ എന്നതിനെ പറ്റി ഒരു വിശദ പരിശോധന നടക്കുന്നുണ്ടോ പാമ്പുകളെ പിടികൂടുന്നതിനൊപ്പം തന്നെ? ശ്രീധർ, ഹാഷ്മി, അതിൽ വിശദമായൊരു പരിശോധനയുടെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം പൂമല ഡാമിൽ നിന്ന് വരുന്ന ഒരു തോട് ആ മേഖലയിലൂടെ ഒഴുകുന്നുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് പുഴയ്ക്കൽ പാടമാണ്. പാടശേഖരങ്ങൾ അടങ്ങിയ ഒരു പ്രദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ സ്വാഭാവികമായി ഈ പാമ്പിൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകും. മലമ്പാമ്പുകൾ ഇതിനു മുൻപും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊരു കൂടുതൽ പരിശോധനകൾക്കൊന്നും യാതൊരു ആവശ്യമില്ല. ആളുകൾ ജാഗ്രത പാലിക്കുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. നിലവിൽ ഇപ്പോൾ പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടുണ്ട്, ആ പ്രദേശത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഹാഷ്മി, ഓക്കെ. ശ്രീജിത്ത് ശ്രീകുമാരാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ 22 കുഞ്ഞുങ്ങളും കുറേ മുട്ടകളൊക്കെ അവിടെ നിന്ന് കിട്ടി. മണ്ണിനടിയിലും ഭിത്തിക്കകത്തും ഉള്ള വിടവിലൊക്കെ കയറി പാമ്പ് മുട്ടയിട്ട് വെച്ചേക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഭീകര സാഹചര്യമാണ്, സൂക്ഷിക്കേണ്ട സമയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.